ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിൽ നയതന്ത്ര നീക്കങ്ങൾക്ക് പുതിയ വേഗം നൽകാനുള്ള ശ്രമവുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ തിങ്കളാഴ്ച ഇറാൻ സന്ദർശിച്ച് ഉന്നതതല ചർച്ചകൾ നടത്തുമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഉഭയകക്ഷി ബന്ധങ്ങൾക്കും പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷത്തിനും പുറമെ ഇറാൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യതകളും സന്ദർശനത്തിൽ ചർച്ചയായേക്കും എന്നാണ് നിലവിലെ വിലയിരുത്തൽ. നിലച്ചുപോയ ഇറാൻ സമാധാന ചർച്ചകൾ വീണ്ടും സജീവമാക്കാൻ പാകിസ്ഥാൻ നേരത്തെ തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഈ ശ്രമങ്ങൾക്ക് ഇതുവരെയും കാര്യമായ ഫലം കാണാനായിട്ടില്ല. പാകിസ്ഥാൻ ഉറപ്പു നൽകുന്ന കക്ഷിയായി ഒപ്പുവച്ചിരുന്ന ഇടക്കാല സമാധാന ധാരണ കഴിഞ്ഞ മാസം തകർന്നടിഞ്ഞതോടെയാണ് മേഖലയിൽ വീണ്ടും സംഘർഷം ശക്തമായത്. യുഎസും ഇറാനും സൈനിക നടപടികൾ പുനരാരംഭിച്ചതോടെ സമാധാന ചർച്ചകളും നിലച്ചു. അസീം മുനീറിനൊപ്പം ഉന്നതതല പ്രതിനിധി സംഘവും ഇറാനിലെത്തുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സന്ദർശനമെന്നതും വ്യക്തമാണ്. മുനീറിന്റെ സന്ദർശനത്തെക്കുറിച്ചും പാകിസ്ഥാൻ ഔദ്യോഗികമായി വിശദീകരണം നൽകിയിട്ടില്ല. ഈ മാസം ആദ്യം പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രി മുഹസിൻ നഖി ഇറാൻ സന്ദർശിച്ചിരുന്നു. പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനുമായും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയുമായും അദ്ദേഹം ചർച്ചകൾ നടത്തി. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഇറാൻ സന്ദർശനം. അതുകൊണ്ടാണ് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന സമാധാന ശ്രമങ്ങളുടെ തുടർച്ചയായാണ് മുനീറിന്റെ ഈ സന്ദർശനത്തെ കാണുന്നത്. ജൂണിൽ യുഎസും ഇറാനും ഒപ്പുവെച്ച ധാരണാപത്രവും ഇപ്പോഴത്തെ നയതന്ത്ര നീക്കങ്ങൾക്ക് പശ്ചാത്തലമാകുന്നുണ്ട്. പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഉന്നതതല ചർച്ചകൾക്ക് 60 ദിവസത്തെ അവസരം ഒരുക്കുക എന്നതായിരുന്നു ധാരണാപത്രത്തിന്റെ ലക്ഷ്യം. എന്നാൽ ജൂലൈ മധ്യത്തോടെ സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ ഈ നീക്കം താളം തെറ്റി. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ പ്രധാന തർക്ക വിഷയങ്ങളിലൊന്ന് ഹോർമുസ് കടലിടുക്കാണ്. ഫെബ്രുവരി 28-ന് യുഎസും ഇസ്രയേലും ഇറാനെതിരെ സംയുക്ത ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാൻ തിരിച്ചടിച്ചതോടെയാണ് നിലവിലെ യുദ്ധ സാഹചര്യം ശക്തമായത്. ഇതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവും എണ്ണ വിതരണവും തടസ്സപ്പെട്ടു. സാധാരണ സാഹചര്യത്തിൽ ലോകത്തെ മൊത്തം ഊർജ വിതരണത്തിന്റെ ഏകദേശം 1/5 കടന്നുപോകുന്ന പ്രധാന കടൽപാത കൂടിയാണിത്. അതുകൊണ്ടാണ് ഹോർമുസിലെ പ്രതിസന്ധി ആഗോള എണ്ണ വിപണിയെയും ഊർജ വിതരണത്തെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമായി മാറുന്നത്. അമേരിക്കയുമായുള്ള ധാരണയെ പിന്തുണച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും രംഗത്തെത്തി. യുദ്ധവുമല്ല സമാധാനവുമല്ല എന്ന അവസ്ഥയിൽ നിന്നും ഇറാൻ പുറത്തുകടക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമാണെന്നും ധാരണാപത്രമെന്നാണ് പെഷഷ്കിയാൻ ഞായറാഴ്ച വ്യക്തമാക്കിയത്. ആഭ്യന്തരമായി ഉയരുന്ന വിമർശനങ്ങൾക്കും അദ്ദേഹം ശക്തമായ മറുപടി നൽകി. കാഴ്ചക്കാരായി നിന്ന് അഭിപ്രായം പറയുന്നത് വളരെ എളുപ്പമാണ് എന്നും അതേസമയം വിമർശനം ഉന്നയിക്കുന്നവർ മുന്നോട്ട് വന്ന് രാജ്യത്തെ സഹായിക്കണമെന്നും പ്രസിഡന്റ് ആവശ്യമുന്നയിച്ചു. അമേരിക്കയുമായുള്ള സമാധാന ധാരണ തകർന്നതിന്റെ ഉത്തരവാദിത്വം ആരുടേതാണ് എന്ന ചർച്ചയ്ക്കിടെയാണ് പെഷഷ്കിയാന്റെ പ്രതികരണം എത്തിയത്. പരമോന്നത നേതാവിന്റെ അനുമതിയോടെയാണ് ധാരണയിൽ ഒപ്പുവെച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ ഇറാനിലെ കടുത്ത നിലപാടുള്ള വിഭാഗങ്ങൾ സമാധാന നീക്കങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നുവെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ടാണ് പെഷഷ്കിയാന്റെ പ്രതികരണം കൂടി എത്തിയത്. അപ്പോൾ ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ ഭിന്നതകളിലേക്കും ശ്രദ്ധ തിരിക്കുകയാണ് ഈ സമയം. എന്നാൽ അമേരിക്കയുമായുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോഴും വാഷിംഗ്ടന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാനിലെ സുരക്ഷാ നേതൃത്വം കൈക്കൊള്ളുന്നത്. അമേരിക്ക ഇറാനെതിരെ നടപ്പാക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുമെന്നും ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ സെക്രട്ടറി മൊഹസിൻ റസായി വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നുണ്ട് എങ്കിലും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ ഇറാൻ നിലപാട് മാറ്റില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നടത്തിയ ഭീഷണികളെയും റസായി പരിഹസിക്കുകയാണ്. ട്രംപിന്റെ ഭീഷണികൾ വെറും വാക്കുകളാണെന്നും
അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. വാഷിംഗ്ടൺ തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുകയും സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം തുടരുമെന്നാണ് ഇറാന്റെ നിലപാട്. മേഖലയിലെ എണ്ണ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ അയൽ രാജ്യങ്ങൾ ബദൽ മാർഗങ്ങൾ തേടുന്നുണ്ട് എങ്കിലും ഇറാൻ ഇതിനെ ഭയപ്പെടുന്നില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങളിലേക്കും അല്ലെങ്കിൽ മന്ത്രാലയങ്ങളിലേക്കും നിർണായകമായ മാറ്റം വരുത്തുമെന്നും അല്ലെങ്കിൽ പുതിയ തന്ത്രങ്ങൾ മെനയുമെന്നും ശേഷികൾ പുറത്തെടുക്കുമെന്നും ഇറാൻ പറയുന്നുണ്ട്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സ്വീകരിക്കുന്ന നടപടികൾക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ പറയുന്നു. ഇത്തരം നടപടികൾ കൂടുതൽ രാജ്യങ്ങളെ ആണവായുധ ശേഷി സ്വന്തമാക്കുന്നതിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നതെന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ആണവായുധ നിർവ്യാപന ഉടമ്പടിയായ NPTയുമായും സഹകരിക്കുന്ന ഒരു രാജ്യത്തിനു പോലും സുരക്ഷ ഉറപ്പാക്കാനാകില്ല എന്ന ധാരണയാണ് നിലവിലെ സാഹചര്യത്തിലൂടെ രൂപപ്പെടുന്നതെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്.